ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. എൻ്റെ സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ മാത്രം നമ്മളെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ. നമ്മുടെ ബിരിയാണി, നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയൊക്കെ കുറച്ചും കൂടെ എളുപ്പത്തിൽ ബാസ്മതി റൈസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ്, നമ്മൾ ഇതിനകത്ത് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഓയിലും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 സവാള എടുത്താൽ മതി. എൻ്റെ തീരെ കുഞ്ഞു സവാള ആയ കാരണം ഞാനൊരു 4 സവാള വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ചെറുതായി അരിഞ്ഞിട്ട് നമ്മൾ ഇത് വറുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മുടെ മെയിൻ പരിപാടികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് വറുക്കുന്ന നേരത്തെ നമുക്ക് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കൻ നന്നായി വാഷ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ അതിലേക്കുള്ള ബാക്കിയുള്ള പിന്നെ മസാല കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കാം. പിന്നെ മെയിനായിട്ട് വരുന്നത് ഈ സവാള നന്നായിട്ട് വറുത്ത് നമ്മൾ നന്നായിട്ട് മുരിഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ അത് മുഴുവൻ തന്നെ നമ്മൾ ചിക്കനിലേക്ക് യൂസ് ചെയ്യില്ല. ബാക്കി നമ്മൾ ലാസ്റ്റ് ചോറ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ഗരം മസാല യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ പാക്കറ്റ് മസാലകൾ യൂസ് ചെയ്യുമല്ലോ. ഞാൻ അതിൻ്റെ ചിക്കൻ ആണ് കേട്ടോ എടുക്കുന്നത്. മീറ്റ് മസാലയല്ല, ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് തൈരാണ് മെയിനായിട്ട് വേണ്ടത്. തൈരും നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഞാൻ ഇതിനകത്ത് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങ, ഒരു ചെറിയൊരു മണത്തിൻ്റെ ഒരു ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ നിർബന്ധമില്ല കേട്ടോ. ഞാൻ അപ്പം തന്നെ കൂടെ കുറച്ച് ചിക്കൻ എടുത്തിട്ട്, നമ്മൾ 1.5 ആണ് മേടിച്ചത്. അപ്പം ബാക്കി എടുത്തിട്ട് ഞാൻ കുറച്ച് പൊരിക്കാൻ കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തു. അപ്പോൾ അത്രയും സമയം മതി നമുക്ക് സവാള വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 2-3 പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പാണ് കേട്ടോ. അങ്ങനെ മല്ലിച്ചപ്പും പിന്നെ ഈ മുളകും അതുപോലെ തന്നെ ലാസ്റ്റിൽ നമ്മൾ ഈ സവാളയും കൂടെ ആണ് കേട്ടോ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്പിയിട്ട് ഒരു 1/2 hour വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അതിനകത്തോട്ട് ചിക്കനകത്തോട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഈ സമയം കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ റൈസ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ 1/2 hour നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മുൻപ് തന്നെ കുറച്ച് ബസ്മതി അരി നമ്മൾ പിന്നെ കഴുകി വെച്ച് ഒരു 1/2 hour ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മസാല തേച്ച് വെച്ച സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന ആ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മസാല പിടിക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്താക്കാം, ബിരിയാണി പിന്നെ ആ ഒരു മുക്കാ വേവിലാണ് നമ്മൾ ബിരിയാണി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യം അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 hour തന്നെ എടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും എടുത്തിട്ടില്ല. കാരണം നമ്മൾ വേവ് നോക്കിയിട്ട് എടുക്കുക ചെയ്യുന്നത്. നമ്മൾ കുക്കറിലല്ല ഇത് വെക്കുന്നത്, പക്ഷേ ദം ചെയ്യുന്നത് കുക്കറിലാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മിതമായ കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരല്ല, നമ്മളിങ്ങനെ പോകുന്ന ആൾക്കാരാണ്. ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരായ കാരണം കൊണ്ട് നമ്മൾ കുറച്ച് പാത്രങ്ങളെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം കുക്കറിലാണ് നമ്മൾ ആദ്യം ഇത് വറുത്തെടുത്തത്. കാരണം ആ കുക്കറിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്യാൻ വെക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട് ഞാൻ. അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ ഏലക്ക, കരിയാമ്പൂ, പട്ട, ഇല ഒക്കെ കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെയ്യും. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ഞാൻ കുറച്ച് നെയ്യാണ് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതും ജസ്റ്റ് ചോറ് തമ്മിൽ കൂട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇതിനകത്തോട്ട് ഉപ്പും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആദ്യം ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. പക്ഷേ ഞാൻ ഇപ്പം സൗണ്ട് കൊടുക്കുമ്പോഴത്തേനും ഞാനത് ഓർമ്മിച്ചിട്ട് പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ അരിഞ്ഞേന്ന് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് സവാളയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരി അതിനകത്ത് കിടന്ന് കുക്കായി ഒരു 1/4 വേവാണ് നമുക്ക് സമയം. അപ്പോൾ ആ 1/4 വേവ് ആകുന്നതിന് മുൻപ് നമുക്ക് കുക്കറിനകത്തോട്ട്, അതായത് നമ്മൾ ഈ സവാള വറുത്തെടുത്ത ബാക്കി ഓയിലുണ്ടാവും, ഒത്തിരി മതി കേട്ടോ. നമ്മൾ പറയില്ല, ഇത്തിരിക്കോളം മതി. ആ ഓയിലാണ് കേട്ടോ ബാക്കി നമ്മൾ എല്ലാം, അതായത് നമ്മുടെ ചിക്കൻ വേവിക്കുന്നതും ബാക്കി എല്ലാം ചെയ്യുന്നത് അത്രയാണ്. അതായത് നമുക്ക് ചിക്കന് ഒരുപാട് ഓയിലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. ഇത് അതിൻ്റെ അടിയിലൊരു കുറച്ച് ഓയിൽ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനകത്തോട്ട് ഞാൻ ചിക്കൻ നിരത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് ഒന്ന് വല്ലാണ്ട് ചൂടാകുമൊന്നും വേണ്ട. അതിന് മുൻപ് തന്നെ നമുക്ക് ഈ ചിക്കൻ അതിൻ്റെ മുകളിലോട്ട് നിരത്തി കൊടുക്കാം.
അപ്പം ആ ഒരു സമയം കൊണ്ട് ഈ അരി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, കാരണം വേവ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊന്നും ഇല്ലെങ്കിലും കിടുവാണെന്നേ. അപ്പം ഞാനിതാ ഈ ചിക്കൻ എടുത്തിട്ട് കുക്കറിനകത്തോട്ട് നന്നായി പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ മുക്കാവേവായ ചോറ് ഊറ്റിയിട്ട്, എനിക്കിതൊന്നും ഒരു കൈ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചോറ് അതിനകത്തോട്ട് നിരത്തിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് ശേഷം ആ ചോറ് മൊത്തം അതിനകത്ത് ഇട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കി വന്ന ഈ ഒരു സവാള വറുത്തതും അതുപോലെ തന്നെ ഈ മല്ലിച്ചപ്പും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കാം. ഇത് നിരത്തിയതിന് ശേഷം നന്നായിട്ട് ഇത് അടയ്ക്കണം. പക്ഷേ വിസിൽ നമ്മൾ യൂസ് ചെയ്യരുത്, വിസിലിടാണ്ട് വേണം കേട്ടോ കുക്കർ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുക്കർ വെച്ച് ഒരു 10-15 മിനിറ്റ്, അതായത് ചിക്കനാണ് മെയിനായിട്ട് നമ്മൾ വേഗം ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പം കാരണം എന്താ വെച്ചാൽ നമ്മൾ ചോറിലത്തെ നെയ്യൊക്കെ നമ്മൾ വെള്ളം ഊറ്റി കളയുമ്പോൾ തന്നെ പകുതി മുക്കാലും പോകുമല്ലോ. അപ്പം ഇതിൻ്റെ മുകളിൽ ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിനിടയിൽ തന്നെ സകലാസൊക്കെ ഉണ്ടാക്കിയായിരുന്നു. നമ്മളിവിടെ സകലാസം എന്നാണ് കേട്ടോ പറയുന്നത്, നിങ്ങളുടെ അവിടെ കച്ചമ്പറന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയായിരിക്കും, നമ്മുടെ ഇവിടെ അങ്ങനെ പറയും. അപ്പോൾ ഇത് ഞാൻ മൂടി വെച്ചിട്ട് അപ്പോൾ അത് വെന്ത് ഞാൻ തുറന്ന ഒരു പിന്നെ സീനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു ഇത് വെന്ത് വരുന്നതിൻ്റെ, കാരണം ചിക്കൻ്റെ ഒരു പ്രത്യേക മണം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ചിക്കൻ വേവുമെന്ന്. ചിക്കൻ കിടുവായിട്ട് വേവും കേട്ടോ, ഒരു സംശയവും ഇല്ല അതിൽ. അപ്പോൾ അതാ ഞാൻ വിളമ്പിയിട്ട് കാണിക്കാണ്ട്. ചോറൊക്കെ കണ്ടോ ഓരോന്നിങ്ങനെ വിടർന്നിട്ടൊക്കെ എടുക്കുന്നത്, എന്ന് വെച്ചാൽ കട്ടയായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ചിക്കൻ പൊരിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ എൻ്റെ കുട്ടിക്ക് അറിയാം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് ചിക്കൻ പൊരിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ച് വൈകുന്നേരത്തേക്ക് പൊരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ വെച്ച് പപ്പടം എടുത്ത് പൊരിച്ച്